എല്ലാവർക്കും ഉണ്ടാവും പ്ലസ്സും മൈനസും അല്ലേ? എല്ലാം തികഞ്ഞവരാരും ഉണ്ടാവില്ല. പക്ഷേ ഓരോ ഭാര്യയും വിചാരിക്കണം, എൻ്റെ ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ് ഈ ലോകത്തിൽ, എൻ്റെ ഭാര്യയോളം നല്ലൊരു സ്ത്രീ ലോകത്തിലില്ല എന്ന് ഓരോ ഭർത്താവും വിചാരിച്ചാൽ പ്രശ്നം തീർന്നു. ശരിയല്ലേ? അത് അങ്ങനെയാണ്. തുടക്കത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴല്ലേ ഈ പുട്ടിലും ചീറലൊക്കെ വരുന്നത്. അത് ഈ ഓരോരുത്തരും അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പലതും പ്രതീക്ഷിച്ച് നടക്കാണ്ടാവുമ്പോഴല്ലേ ഈ പൊട്ടലും ചീറ്റലും ഉണ്ടാവുന്നത്. അപ്പോൾ പ്യുവർ ശുദ്ധ സ്നേഹം അല്ലാത്തതുകൊണ്ടല്ലേ. പക്ഷേ ഈ ദേവഹൂതിൻ്റെയും കർത്തവൻ്റെയും ജീവിതം അങ്ങനെ ആയിരുന്നില്ല. എങ്ങനെയാവണം കുടുംബജീവിതം എന്ന് ഈ ഇവരുടെ ജീവിതം കാണിച്ചു തരുന്നു. ആ 12 വർഷത്തെ തപസ്സുകൊണ്ട് ദേവഹൂതിക്കും ദേവഹൂതിയെ ഭർത്താവിനെ ഈശ്വരനായി ശുശ്രൂഷിക്കുന്നതാണ് സ്ത്രീയുടെ തപസ്. പതിദേവോ ഭവ എന്നാണ്. ഭർത്താവ് ഈശ്വരനാണ്, കൺകണ്ട ദൈവമാണ് സ്ത്രീക്ക്. ആ സ്വധർമാനുഷ്ഠാനം പരമം തപഃ എന്നാണ് ആചാര്യ ഭഗവത്പാദർ പറയുക. ഓരോ വ്യക്തിയും അവനവൻ്റെ സ്വധർമ്മം കൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ അത് തന്നെ അവന് തപസ്.